ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ് റെസിസ്റ്റർ ബയാസിംഗ് മെത്തേഡ്, അതുപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് മെത്തേഡാണ്. അപ്പോൾ നമുക്കറിയാം ട്രാൻസിസ്റ്റർ ബയാസിങ് പലതുണ്ട്. അതായത് ബേസ് റെസിസ്റ്റർ മെത്തേഡ്, എമിറ്റർ ബയാസ് മെത്തേഡ്, ബയാസിംഗ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ, അതേപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. ഇതിലെ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ബേസ് റെസിസ്റ്റർ മെത്തേഡ്, അതേപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു എന്താ ബയാസിംഗ് എന്ന് പറയുന്നത്. ബയാസിംഗ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് പ്രോപ്പർ വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ എന്തിൽ നിന്ന് ഡിപ്പെൻഡൻ്റ് അല്ലാതാക്കുക, അതായത് ഇൻഡിവിജ്വൽ വേരിയേഷനിൽ നിന്ന്, ടെമ്പറേച്ചർ വേരിയേഷനിൽ നിന്നുമൊക്കെ ഡിപ്പെൻഡൻ്റ് അല്ലാതാക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണ ട്രാൻസിസ്റ്ററിൽ ഇൻപുട്ടിലും ഒരു ഡി സി സോഴ്സ് കൊടുക്കും, ഔട്ട്പുട്ടിലും ഒരു ഡി സി സോഴ്സ് കൊടുക്കും, അല്ലേ? ഇൻപുട്ടിനെ ഫോർവേഡ് ബയാസ് ചെയ്യാനും ഔട്ട്പുട്ടിനെ റിവേഴ്സ് ബയാസ് ചെയ്യാനും. എന്നാൽ ഇനി മുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ പവർ സപ്ലൈ ആയിരിക്കും, ഒരു സിംഗിൾ സോഴ്സ് ഓഫ് പവർ സപ്ലൈ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് രണ്ട് ഡിഫറെൻറ്റ് സോഴ്സസ് ഇനിയും കാണില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഈ ബേസ് റെസിസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ എത്ര സോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്? ഒറ്റ സോഴ്സേ ഉള്ളൂ, ഡി സി സോഴ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഈ സോഴ്സ്. ഇത് പവർ നമ്മുടെ ഇൻപുട്ട്, നമ്മുടെ വിൻ എന്ന് പറഞ്ഞ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് പലതാണ്. ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് എന്താ, മൈക്ക് എന്നുള്ള നമ്മുടെ സൗണ്ടിൻ്റെ വേരിയേഷൻസ് ഇല്ലേ, അത് ഇൻപുട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു എ സി സിഗ്നൽ ആയിരിക്കും ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ദെൻ എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്, ദെൻ റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു VCC, ദെൻ RC. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഇത്, അപ്പോൾ നെഗറ്റീവ് ഇവിടെ ആയിരിക്കും ഈ ഗ്രൗണ്ടിങ് പോയിന്റിലായിരിക്കും നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ കപ്പാസിറ്റർ ഔട്ട്പുട്ട് നമ്മൾ ഈ പോയിന്റിൽ എടുക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇൻപുട്ട് സെക്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണോ അല്ലയോ? NPN, P2 എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവിലേക്കല്ലേ? അപ്പോൾ എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണോ? ഔട്ട്പുട്ട് ഏതാണ്? കളക്ടർ അല്ലേ? കാരണം എമിറ്റർ ആണ് ഇവിടെ കോമൺ അല്ലേ? അപ്പോൾ കളക്ടർ നോക്കിക്കേ നിങ്ങൾ, കളക്ടർ ഈസ് കണക്റ്റഡ് ടു, അല്ലെങ്കിൽ NPN, അപ്പോൾ N ആണ്, N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പോഴും എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ ഒരു കാര്യം ഓക്കെ ആയെന്ന് മനസ്സിലായി. അതായത് സിംഗിൾ പവർ സപ്ലൈ കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻപുട്ട് സെക്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യാനും ഔട്ട്പുട്ട് സെക്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ബേസ് റെസിസ്റ്റർ മെത്തേഡിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ RB എന്ന് പറഞ്ഞ റെസിസ്റ്റർ, RC എന്ന് പറഞ്ഞ റെസിസ്റ്റർ, രണ്ട് കപ്പാസിറ്റേഴ്സ്. ഇനി ഇതിൻ്റെ DC ഇക്വലൻ്റ് നമ്മൾ എടുക്കുക. DC ഇക്വലൻ്റ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് എല്ലാം അവിടെ ഓപ്പൺ ആയി പോവും. അതേപോലെ തന്നെ ഇൻപുട്ട് AC സോഴ്സുകളെ എല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ AC സോഴ്സിനെ റിമൂവ് ചെയ്തു, ഈ കപ്പാസിറ്ററിനെ എല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്തുനിന്ന് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുവഴി ആദ്യം പോകുന്ന കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? I കറണ്ട് ആരോയിൽ നിന്ന് കിട്ടി, I കിട്ടി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും IBയും ICയും. അപ്പം ഇത് മാത്രം ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. ദെൻ ബേസിന് എമിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VBE, RB, RC. കളക്ടറിനും എമിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് VCE, VCC. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് DC ഇക്വലൻ്റ് സർക്യൂട്ടിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ DC ഇക്വലൻ്റ് സർക്യൂട്ട് നമ്മൾ എടുത്തു, അത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. ഇൻപുട്ട് സെക്ഷൻ എടുത്ത് നോക്കിക്കേ, ഈ ഇൻപുട്ട് സെക്ഷൻ ഇതല്ലേ, ഈ ഒരു പോർഷനാണ് ഇൻപുട്ട് സെക്ഷൻ. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? VCCന്ന്. അപ്പോൾ സൈൻ എന്താണ്? പ്ലസ് അല്ലേ? അപ്പോൾ എവിടെയോ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് പ്ലസ്, അപ്പോൾ VCC. ദെൻ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മേളിൽ താഴോട്ടാണ്, അപ്പോൾ പ്ലസ് ഇത് മൈനസ് ഇത്, അപ്പോൾ മൈനസ് IBRB. ഇവിടെ പ്ലസ്, ഇത് മൈനസ് VB ഈക്വൽ ടു 0. അപ്പോൾ ഇൻപുട്ട് സെക്ഷനായി, അതായത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി അടുത്ത ഗ്രൗണ്ട് വരെ. ഓക്കെ, ഈ ഒരു ഫ്ലോ, ഈ ഒരു ഡയറക്ഷൻ നമ്മൾ എടുത്തു. അപ്പോൾ VCC മൈനസ് IBRB മൈനസ് VB ഈക്വൽ ടു 0. ഞാൻ ഈ മൈനസ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. രണ്ടാമത്തെ സൈൻ പറയുന്നു, അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ മുകളിൽ എവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ പ്ലസ് VCC. ഇത് ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അപ്പോൾ പ്ലസ് മേളിലും താഴെ മൈനസും ആണ്, അപ്പോൾ മൈനസ് IBRB രണ്ടാമത്തെ സൈന്. ദെൻ പ്ലസ് മൈനസ് VBE ഈക്വൽ ടു 0. അപ്പം മൈനസ് IBRB മൈനസ് VB ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ എന്താവും? VCC ഈസ് ഈക്വൽ ടു IBRB പ്ലസ് VBE എന്ന് കിട്ടി. അതിൽ നിന്ന് IBയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? VCC മൈനസ് VBE ബൈ RB എന്ന് കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയാൻ പറ്റും? ICയുടെ ഇക്വേഷൻ എന്ത് കിട്ടി? ബീറ്റ IB ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബീറ്റ ഇൻറ്റു VCC മൈനസ് VBE ബൈ RB എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഔട്ട്പുട്ട് കറണ്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സർക്യൂട്ട് നല്ല സർക്യൂട്ടല്ല. മനസ്സിലായോ? ഇവിടെ സ്റ്റെബിലൈസേഷൻ ഇവിടെ നടന്നിട്ടില്ല.
കാരണം ബീറ്റേനെ ഡിപ്പെൻഡ് ചെയ്തു പോയി. അപ്പം ബേസ് റെസിസ്റ്റർ മെത്തേഡ് നല്ല മെത്തേഡാണോ? അല്ല. ഇത് നമുക്ക് ആർ ബി കണ്ടുപിടിക്കാൻ പറ്റും. ആർ ബി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് മൈനസ് എൻഡിങ് വോൾട്ടേജ് ബൈ ഇവിടുത്തെ കറണ്ട്. അപ്പോൾ ആർ ബി കിട്ടി. അല്ലെങ്കിൽ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് മൈനസ് എൻഡിങ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആർ ബി ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ബൈ ഐ ബി എന്ന് കിട്ടി. വി ബി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആർ ബി ഈക്വൽ ടു വി സി സി ബൈ ഐ ബി എന്ന് കിട്ടി. ഫിക്സഡ് റെസിസ്റ്റർ മെത്തേഡിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ബേസ് റെസിസ്റ്റർ മെത്തേഡിന് വേറൊരു പേരാണ് ഫിക്സഡ് ബയാസ് മെത്തേഡ്. കാരണം ആർ ബി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വി സി സി ഡിവൈഡഡ് ബൈ ഐ ബി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ ബി കിട്ടും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസ് റെസിസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ബയാസിങ് സർക്യൂട്ടാണ്. കുറച്ച് മെയിൻ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ആർ ബി എന്ന് പറഞ്ഞ റെസിസ്റ്ററാണ്. അതേപോലെ തന്നെ ഈ ഭയങ്കര എളുപ്പമാണ്, ഒരെണ്ണം ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് സിമ്പിളാണ്. അതേപോലെ തന്നെ സോഴ്സിൻ്റെ ലോഡിംഗ് ഒന്നും ഇല്ല. കാരണം ഈ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ വേറെ റെസിസ്റ്റേഴ്സ് ഒന്നും നമ്മൾ എംപ്ലോയ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? സ്റ്റെബിലൈസേഷൻ ഇല്ല. സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സ്റ്റെബിലിറ്റി ഫാക്ടർ കുറയുമല്ല നമുക്ക് വേണ്ട, നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇവിടെ ഹൈ ആയിരിക്കും. അപ്പം തെർമൽ റണ്ണവേ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ്. അവിടെ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നേരത്തെ ആർ ബി എന്ന് പറഞ്ഞ റെസിസ്റ്ററിനെ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് R1 എന്നും R2 എന്നും ആക്കി. അത് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബേസിലേക്കും ബേസിൽ നിന്നും ഗ്രൗണ്ടിലേക്കും. ദെൻ ആർ ഇ എന്നൊരു റെസിസ്റ്റർ നമ്മൾ എമിറ്ററിൽ കണക്ട് ചെയ്തു. അതിന് അക്രോസ് സി എന്ന് പറഞ്ഞ കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു. കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ടിലേക്ക് കപ്ലിംഗ് കപ്പാസിറ്റർ. ഡി സി ഇക്വലൻ്റ് എടുക്കാന്ന് വെച്ച മീനിങ് എന്താണ്? എ സി കമ്പോണൻസിനെയും അതുപോലെ തന്നെ പവർ കപ്പാസിറ്റേഴ്സിനെയും റിമൂവ് ചെയ്തു. അതായത് ഇവിടുത്തെ വിനും റിമൂവ് ചെയ്തു, കപ്പാസിറ്ററിനും റിമൂവ് ചെയ്തു. ഇവിടുത്തെ കപ്പാസിറ്റർ ഈ കപ്പാസിറ്ററിനെ റിമൂവ് ചെയ്തു. ഇതാണ് എന്ത്? ഡി സി ഇക്വലൻ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി സി ഇക്വലൻ്റ് സർക്യൂട്ട് നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിനെ ഞാൻ വി സി സി എന്നുള്ളത് ഇവിടെ ഞാൻ അങ്ങ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ഈ രീതി കാണിക്കാമല്ലോ. അതായത് ആർ സി വി സി സിയിലേക്ക് കണക്ട് ചെയ്തു, ആർ ഇ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. R1 R2 എന്നുള്ളതിന് ഇങ്ങനെ കാണിക്കാമല്ലോ. R1 R2 R1ലേക്ക് വി സി സി. ഇത് നമുക്ക് തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ? അതായത് സിംഗിൾ പവർ സപ്ലൈയും ഒരു സീരീസ് റെസിസ്റ്റൻസും ആക്കി മാറ്റാൻ പറ്റും. അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഇതിനെ കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉടനെ ഇവിടെ കാണുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? R2 നെക്രോസുള്ള വോൾട്ടേജ് എന്ന് എത്ര വരും? വി സി സി ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതായിരിക്കും വി ടി എച്ച്. അപ്പം വി ടി എച്ച് കിട്ടി. ദെൻ വാട്ട് ഈസ് ആർ ടി എച്ച്? ഇവിടുന്ന് നോക്കുമ്പോൾ ഉടനെ ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, ഇവിടെ ഷോർട്ട് ചെയ്തു. അപ്പോൾ എന്താണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുന്ന ആർ ടി എച്ചും കിട്ടി. അപ്പോൾ നമ്മളത് വെച്ച് വി ടി എച്ചും ആർ ടി എച്ചും നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് നമുക്ക് കിട്ടി. ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് മൈനസ് പ്ലസ്, അപ്പോൾ വി ടി എച്ച് പ്ലസ് വി ടി എച്ച്, പ്ലസ് മൈനസ്, അപ്പോൾ മൈനസ് ഐ ബി ആർ ടി എച്ച്, പ്ലസ് മൈനസ്, അപ്പോൾ എന്താണ്? മൈനസ് വി ബി ഇ. ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ? അപ്പോൾ പ്ലസ് മൈനസ്, അപ്പോൾ മൈനസ് ഐ ഇ ആർ ഇ ഈക്വൽ ടു എന്താണ്? 0. അതാണ് ഈ ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഐ ബി ഇസ് ഈക്വൽ ടു ഐ ഇ ബൈ ബീറ്റ പ്ലസ് 1 ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വി ടി എച്ച് മൈനസ് ഐ ഇ ബൈ ബീറ്റ പ്ലസ് 1 ആർ ടി എച്ച് മൈനസ് ഐ ഇ ആർ ഇ മൈനസ് വി ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൈനസ് പ്ലസ്, അപ്പോൾ പ്ലസ് വി ടി എച്ച്, പ്ലസ് മൈനസ്, ഇപ്പോൾ മൈനസ് ഐ ബി ആർ ടി എച്ച്, പ്ലസ് മൈനസ് മൈനസ് വി ബി ഇ, പ്ലസ് മൈനസ് മൈനസ് ഐ ഇ ആർ ഈക്വൽ ടു 0. അതിൽ ഐ ബിയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? ഐ ഇ ബൈ ബീറ്റ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ടി എച്ച് മൈനസ് ഈ ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ നിന്ന് ഐ ഇ ബൈ ബീറ്റ പ്ലസ് 1 ആർ ടി എച്ച് പ്ലസ് ഐ ഇ ആർ ഇ ഇസ് ഈക്വൽ ടു വി ടി എച്ച് മൈനസ് വി ബി എന്ന് കിട്ടി. അതിൽ നിന്ന് ഐ ഇ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വി ടി എച്ച് മൈനസ് വി ബി ബൈ ആർ ടി എച്ച് ബൈ ബീറ്റ പ്ലസ് 1 പ്ലസ് ആർ ഇ എന്ന് കിട്ടി. ആർ ഇ എന്ന് പറയുന്നതും ഇത് നമ്മൾ ഇക്വേറ്റ് നോക്കിക്കേ. ബീറ്റ പ്ലസ് 1 എന്നുള്ള ഫാക്ടർ ഡിനോമിനേറ്റർ വന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറുതായിപ്പോയി. അപ്പോൾ ആർ ഇ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആർ ഇ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ആർ ടി എച്ച് ബൈ ബീറ്റ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ടി എച്ച്, ഈ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ വി ടി എച്ച് മൈനസ് വി ബി ബൈ ആർ ഇ എന്ന് കിട്ടി. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ഇക്വേഷൻ്റെ അകത്ത് ആരില്ല? ബീറ്റ എന്നൊരു ഫാക്ടറേ ഇല്ല. ദാറ്റ് മീൻസ് പെർഫെക്റ്റ്ലി സ്റ്റെബിലൈസ്ഡ് ആയി. മനസ്സിലായോ പറഞ്ഞേ?
അതായത് ബീറ്റ എന്നുള്ള ഫാക്ടർ ഡിനോമിനേറ്ററായി പോയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? ആ ബീറ്റ എന്നുള്ള ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഒരു ഇക്വേഷൻ ബീറ്റനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് എന്താ, ഐ എന്ന് പറയുന്നത് ഐ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്പോൾ ഐ സിയുടെ ഇക്വേഷൻ ഇത് തന്നെ വരും. വി ടി എച്ചിൻ്റെ സ്ഥാനത്ത് വി സി സി R2/R1+R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും ബീറ്റ എന്നുള്ള ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാതായി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? പെർഫെക്റ്റ്ലി സ്റ്റെബിലൈസ്ഡ് സർക്യൂട്ട് ആണെന്ന്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് സെക്ഷൻ എടുത്ത് നോക്കിക്കേ. മൈനസ് പ്ലസ് വി സി സി, അപ്പോൾ പ്ലസ് വി സി സി മൈനസ് ഐ സി ആർ സി. കാരണം ഇവിടെ ഡയറക്ഷൻ എങ്ങനെയാണ്? പ്ലസ് മൈനസ് എന്നാണ്. അപ്പോൾ മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ മൈനസ് ഐ ഇ ആർ ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടത്തില്ലേ? എന്ന് വെച്ചാൽ മീനിങ് എന്താ? വി സി സി ഈക്വൽ ടു എന്ന് വരുമ്പോൾ ഉടനെ ആ മൈനസ് ഉള്ള ടേംസ് ആണ് ഇതൊക്കെ. അതിപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആവും. ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ എന്ന് കിട്ടി. ഐ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി സി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ ഇ പ്ലസ് ആർ സി എന്ന് കിട്ടി. ഓക്കെ, അപ്പം സ്റ്റെബിലിറ്റി ഫാക്ടർ വോൾട്ടേജ് ഡിവൈഡറിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അതായത് മാക്സിമം തെർമൽ സ്റ്റെബിലിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സോ വി ഡിസ്കസ്ഡ് 2 ബയാസിങ് സർക്യൂട്ട്സ്. ദ ഫസ്റ്റ് വൺ ഈസ് സെൽഫ് ബയാസ് ബേസ് റെസിസ്റ്റർ മെത്തേഡ്. അത് എങ്ങനെയായിരുന്നു? ബേസ് റെസിസ്റ്റർ മെത്തേഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ബേസ് റെസിസ്റ്റർ മെത്തേഡിൻ്റെ അകത്ത് ആർ ബി എന്നുള്ള റെസിസ്റ്റർ എടുത്തിട്ട് വി സി സി എന്ന് കണക്ട് ചെയ്യുന്നു. ഇൻപുട്ട് സെക്ഷൻ അതുകൊണ്ട് ഫോർവേഡ് ബയസ്ഡ് ആയി, ഔട്ട്പുട്ട് സെക്ഷൻ അതുകൊണ്ട് റിവേഴ്സ് ബയസ്ഡ് ആയി. പക്ഷേ വന്ന പ്രശ്നം എന്തായിരുന്നു? അവിടുത്തെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു? ബീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രോബ്ലം ആണ്. അപ്പം അതിൻ്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുതലായിരിക്കും. മനസ്സിലായോ? സ്റ്റെബിലിറ്റി കുറഞ്ഞു എന്ന് വെച്ചാൽ മീനിങ് എന്താ? സ്റ്റെബിലിറ്റി ഫാക്ടർ എന്നുള്ളത് കൂടുതലായിരിക്കും, വാല്യൂ കൂടുതലായിരിക്കും. അതായത് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ലീക്കേജ് കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം ബീറ്റനെ ഡിപ്പെൻഡ് ചെയ്തു പോയി. ഓക്കെ, എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് R1 R2 എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ എന്തോ പറ്റി? ഈ ഇക്വേഷനെ നമ്മൾ, ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു തെവനിൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു സിംഗിൾ റെസിസ്റ്ററും ആക്കി മാറ്റി. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ വി സി സി ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1+R2 എന്നും തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിനെ ഷോർട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? R1 പാരലൽ R2 എന്ന് കിട്ടി. അപ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1+R2 എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു പോർഷൻ നമുക്ക് മനസ്സിലായി. വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ദെൻ ഈ സ്ഥലത്ത് കെ വി എൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വി ടി എച്ച് മൈനസ് ഐ ബി ആർ ടി എച്ച് മൈനസ് വി ബി മൈനസ് ഐ ഇ ആർ എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ ഐ ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? ഐ ഇ ബൈ β+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഐ ഇയുടെ വാല്യൂ കിട്ടിയപ്പോൾ എന്ത് മനസ്സിലായി? വി ടി എച്ച് മൈനസ് വി ബി ബൈ ആർ ടി എച്ച് ബൈ β+1 പ്ലസ് ആർ ഇ എന്ന് കിട്ടി. അപ്പോൾ ഈ β+1 ആർ ടി എച്ചിൻ്റെ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ആർ ഇ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ ഇ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇക്വേഷൻ്റെ അകത്ത് ബീറ്റ എന്നുള്ള ഫാക്ടർ കാണുന്നില്ല. അതിൻ്റെ മീനിങ് എന്താണ്? പെർഫെക്റ്റ്ലി സ്റ്റെബിലൈസ്ഡ് ആണ്, ഹൈലി സ്റ്റെബിലൈസ്ഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ വി ടി എച്ച് മൈനസ് വി ബി ബൈ ആർ ഇ എന്ന് കിട്ടി. അപ്പോൾ ഐ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ സി എന്ന് നമുക്കറിയാം. അപ്പോൾ ഐ സി ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഈ വാല്യൂ തന്നെയാണ്. അപ്പോൾ കളക്ടർ കറണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ബീറ്റ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ഔട്ട്പുട്ടിലെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഉടനെ എന്താണ്? മൈനസ് പ്ലസ് വി സി സി, ഇപ്പോൾ പ്ലസ് വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ മൈനസ് ഐ ഇ ആർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ വി സി സി ഈക്വൽ ടു എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ എന്ന് കിട്ടി. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ മാക്സിമം സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. വി വിൽ ഡിസ്കസ് more about the wave shaping circuits in the next class. So thank you all.